നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 100 ചോദ്യങ്ങളാണ്. സൈക്കോളജി, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ, ഇങ്ങനെ 5 സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇത്രയും ദിവസം എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു 100 ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നത് വഴി കൂട്ടുകാർക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഠനം ഇനി എത്രത്തോളം നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, നമുക്ക് ഇനി എത്രത്തോളം പഠിച്ചാലാണ് ടെറ്റ് എക്സാം പാസ്സാവാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പർ ആൻസർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിന് ശേഷം കൂട്ടുകാർക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഈ ചോദ്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത്? ഓപ്ഷൻസ് എ മലബാർ കലാപം, ബി പഴശ്ശി കലാപം, സി കുറിച്യർ കലാപം, ഡി നിവർത്തന പ്രക്ഷോഭം. ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, കുറിച്യർ കലാപം. അടുത്ത ചോദ്യം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവൻ, ബി മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, ഡി അയ്യങ്കാളി. ആൻസർ എ പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവൻ. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക തിരുവിതാംകൂറിന്റെ മഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻസ് എ ഗുരുവായൂർ സത്യാഗ്രഹം, ബി മലയാളി മെമ്മോറിയൽ, സി ഈഴവം മെമ്മോറിയൽ, ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ആൻസർ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ, ബി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, സി കെ കരുണാകരൻ, ഡി കെ കുമാർ. ആൻസർ എ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പ്രസ്താവന ഇതാണ്. ആദ്യത്തെ പ്രസിഡന്റ് എ ഒ ഹ്യൂം ആണ്. ബി 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. മൂന്നാമത്തെ, മുംബൈയിൽ വച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു. ഇനി ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 1 and 3, ബി 3 ഉം 4, സി 1 ഉം 4, ഡി 2 ഉം 3. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്, 2 ഉം 3 ഉം. 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം. മഹാസ്നാനഘട്ടം ഉദ്ഖനനം ചെയ്യപ്പെട്ട സ്ഥലം. ഓപ്ഷൻ എ ലോത്തൽ, ബി മോഹൻജദാരോ, സി കാലിബംഗൻ, ഡി ചാൻ ഹുദാരോ. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, മോഹൻജദാരോ. അടുത്ത ക്വസ്റ്റ്യൻ. കൺഫ്യൂഷനിസം എന്ന തത്വചിന്താധാര ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ചൈനീസ് സംസ്കാരം, ബി ഈജിപ്ഷ്യൻ സംസ്കാരം, സി മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഡി ഗ്രീക്ക് സംസ്കാരം. ആൻസർ എ ചൈനീസ് സംസ്കാരം. അടുത്ത ചോദ്യം ഇതാണ്. നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ബി ജവഹർലാൽ നെഹ്റു, സി ചന്ദ്രശേഖർ ആസാദ്, ഡി ഭഗത് സിംഗ്. ആൻസർ ഡി ഭഗത് സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പ്രഥമ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആര്? ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ബാബ, ബി എ പി ജെ അബ്ദുൽ കലാം, സി വിക്രം സാരാഭായ്, ഡി സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ആൻസർ എ ഹോമി ജഹാംഗീർ ബാബ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ബി തിരുവനന്തപുരം, സി മുംബൈ,
ഡി ശ്രീഹരിക്കോട്ട. ആൻസർ എ ബാംഗ്ലൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ സജി ചെറിയാൻ, ബി വീണ ജോർജ്, സി വി എൻ വാസവൻ, ഡി വി ശിവൻകുട്ടി. ആൻസർ ഡി വി ശിവൻകുട്ടി. അടുത്ത ചോദ്യം, 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത്? ഓപ്ഷൻ എ വള്ളി, ബി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, സി ഉഷ്ണരാശി, ഡി ഒരു വെർജീനിയൻ വെയിൽക്കാലം. ആൻസർ ബി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പരോക്ഷ തെരഞ്ഞെടുപ്പ് അതായത് ആനുപാതിക പ്രാതിനിധ്യ രീതി വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. ഓപ്ഷൻ എ ഗ്രാമപഞ്ചായത്ത് അംഗം, ബി നിയമസഭാ അംഗം, സി ലോകസഭാ അംഗം, ഡി രാജ്യസഭാ അംഗം. ആൻസർ ഡി രാജ്യസഭാ അംഗം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാപർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ എ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബി ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, സി രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഡി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ആൻസർ എ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം. ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ബി ഉത്തരാഞ്ചൽ, സി ആൻഡമാൻ, ഡി ഹിമാചൽ പ്രദേശ്. ആൻസർ സി ആൻഡമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൗതിക സാമ്പത്തിക വ്യവസ്ഥയുടെ നോളജ് എക്കണോമി അടിസ്ഥാനം. ഓപ്ഷൻ എ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും, ബി നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും, സി നവമാധ്യമങ്ങളുടെ ഉപയോഗം, ഡി യൂട്യൂബ് ചാനലുകൾ. ആൻസർ ബി നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും. അടുത്ത ക്വസ്റ്റ്യൻ, ജുവനൈൽ കോടതി കൈകാര്യം ചെയ്യുന്ന കേസുകൾ. ഓപ്ഷൻ എ വൃദ്ധജനങ്ങൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ, ബി സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ, സി ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ, ഡി കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ. ആൻസർ ഡി കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1000 രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം. ഓപ്ഷൻസ് എ 1947, ബി 1950, സി 1954, ഡി 1957. ആൻസർ സി 1954. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ അനുച്ഛേദം 326 വരുത്തിയ ഭേദഗതിയാണ് ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 വയസ്സാക്കിയത് ഏത് വർഷം? ഓപ്ഷൻ എ 1989, ബി 1987, സി 1991, ഡി 2001. ആൻസർ എ 1989. അടുത്ത ചോദ്യം, ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് ഡാഷ്. ഓപ്ഷൻ എ കുറവായിരിക്കും, ബി കൂടുതലായിരിക്കും, സി തുല്യമായിരിക്കും, ഡി ഇവയൊന്നുമല്ല. ആൻസർ സി തുല്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്ന്. ഓപ്ഷൻ എ 8.1, ബി 0.81, സി 0.0081, ഡി 0.081. ആൻസർ ബി 0.81. അടുത്ത ക്വസ്റ്റ്യൻ, തിരയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്തുമൂലം? ഓപ്ഷൻ എ ഗുരുത്വാകർഷണം, ബി ഹർഷണം, ഹർഷണബലം, സി അപവർത്തനം, ഡി കേശികത്വം. ആൻസർ ഡി കേശികത്വം. അടുത്ത ക്വസ്റ്റ്യൻ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിൽ തുടരുന്നതിന് എന്ത് ആവശ്യമില്ല? ഓപ്ഷൻ എ അസന്തുലിത ബാഹ്യബലം, ബി സന്തുലിത ബാഹ്യബലം, സി അസന്തുലിത ആന്തരിക ബലം, ഡി സന്തുലിത ആന്തരിക ബലം. ആൻസർ എ അസന്തുലിത ബാഹ്യബലം. അടുത്ത ക്വസ്റ്റ്യൻ,
ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം? ഓപ്ഷൻ എ നിശ്ചല ജഡത്വം, ബി ചലന ജഡത്വം, സി അസന്തുലിത ബാഹ്യബലം, ഡി സന്തുലിത ആന്തരിക ബലം. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ചലന ജഡത്വം. അടുത്ത ക്വസ്റ്റ്യൻ, 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 2 സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായി ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന്റെ വേഗം 3 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡായി കൂടുന്നു. പ്രയോഗിക്കപ്പെട്ട ബലം കണക്കാക്കുക. ഓപ്ഷൻ എ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ബി 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, സി 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഡി 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആൻസർ എ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന് എത്ര ഭാഗമാണ്? ഓപ്ഷൻ എ 1/3, ബി 1/4, സി 1/8, ഡി 1/6. ആൻസർ ഡി 1/6. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ഇന്ത്യയിലെ എത്രാമത്തെ ഓപ്പൺ സർവകലാശാലയാണ്? ഓപ്ഷൻ എ 16ാമത്, ബി 15ാമത്, സി 17ാമത്, ഡി 14ാമത്. ആൻസർ ബി 15ാമത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ബി തൃശൂർ, സി കോഴിക്കോട്, ഡി എറണാകുളം. ആൻസർ ഡി എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുവിതരണത്തിന് ഉപയോഗിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ 4x10⁵ ഗ്രാം ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലോറിന്റെ ppm ലെവലുള്ള അളവ് കണക്കാക്കുക. ഓപ്ഷൻ എ 0.4 ppm, ബി 4 ppm, സി 0.04 ppm, ഡി 0.004 ppm. ആൻസർ ബി 4 ppm. അടുത്ത ക്വസ്റ്റ്യൻ, സോൾട്ട് ബ്രിഡ്ജുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കുക. എ സിങ്ക് റോഡിന് വെയിറ്റ് നഷ്ടമാകുകയും സിങ്ക് സൾഫേറ്റ് ജലീല ലായനിയിൽ സിങ്ക് 2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു. ബി കോപ്പർ റോഡിന് വെയിറ്റ് നഷ്ടമാകുകയും കോപ്പർ സൾഫേറ്റ് ജലീല ലായനിയിൽ Cu2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു. സി സിങ്ക് റോഡിൽ നിന്നും കോപ്പർ റോഡിലേക്കുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഡി കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ആൻഡ് സി, ബി ആൻഡ് സി, സി എ ആൻഡ് ഡി, ഡി ബി ആൻഡ് ഡി. ഏതായിരിക്കും ശരിയായ രാസപ്രവർത്തനങ്ങൾ? ആൻസർ സി ആണ്, എ ആൻഡ് ഡി. എ എന്ന് പറയുന്നത് സിങ്ക് റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും സിങ്ക് സൾഫേറ്റ് ജലീല ലായനിയിൽ Zn2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു. പിന്നെയോ കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റന്റുകളിൽ ഏതാണ് ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ K = 6.3 × 10⁻⁻⁴, B K = 6.5 × 10⁻⁻⁵, C K = 4.0 × 10⁻⁻3, D K = 2.2 × 10⁻². ആൻസർ B K = 6.5 × 10⁻⁵ സെക്കൻഡ് ഇൻവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊബോൾട്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക. കൂട്ടുകാരെ നിന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. ആർഗൺ *(3d 7 4s2). അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏത് എന്ന് കണ്ടെത്തി എഴുതുക. അതും കൂട്ടുകാരെ നിന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആൻസർ ബി ആണ്. ലിഥിയം, സോഡിയം, സ്കാൻഡിയം 3+. അടുത്ത ക്വസ്റ്റ്യൻ, ഡൈബ്രോമോ പ്രൊപ്പൈൻ മെറ്റാലിക് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്നത്. ഓപ്ഷൻ എ പ്രൊപ്പൈൻ, ബി പ്രൊപ്പീൻ,
സി ബ്രോമോപ്രൊപ്പൈൻ, ഡി സൈക്ലോപ്രൊപ്പൈൻ. ആൻസർ ഡി സൈക്ലോപ്രൊപ്പൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശരാശരി ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഏതിനെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ കാർബൺ കാർബൺ ബോണ്ട്, ബി കാർബൺ ഓക്സിജൻ ബോണ്ട്, സി കാർബൺ നൈട്രജൻ ബോണ്ട്, ഡി കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. ആൻസർ എ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ലിക്വിഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ്. ഓപ്ഷൻ എ എലിസ്പോയിഡൽ കൊളോയിഡുകളുടെ സസ്പെൻഷൻ, ബി സ്പെറിക്കൽ കൊളോയിഡുകളുടെ സസ്പെൻഷൻ, ഡി സി സാന്ദ്രത കുറഞ്ഞ കൊളോയിഡുകളുടെ സസ്പെൻഷൻ, ഡി സാന്ദ്രത കുറഞ്ഞ ഗ്ലാസ് പരലുകൾ. ആൻസർ എ എലിസ്പോയിഡൽ കൊളോയിഡുകളുടെ സസ്പെൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഉപയോഗിക്കാമെന്ന് പുതിയതായി കണ്ടെത്തിയത് ഏത് ലോഹ ആനോഡുകളെയാണ്. ഓപ്ഷൻ എ സിങ്ക്, ബി മഗ്നീഷ്യം, സി സോഡിയം, ഡി പൊട്ടാസ്യം. ആൻസർ സി സോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസംബർ 5 പ്രാധാന്യം എന്ത്. ഓപ്ഷൻ എ ലോക മണ്ണ് ദിനം, ബി ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം, സി പരിസ്ഥിതി ദിനം, ഡി ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം. ആൻസർ എ ലോക മണ്ണ് ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏത്. ഓപ്ഷൻ എ ഷഡ്പദങ്ങൾ, ബി ആമ, സി സ്രാവ്, ഡി പാമ്പ്. ആൻസർ ഡി പാമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, 6 കിണ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഡാഷ്. ഓപ്ഷൻ എ കാൾവൗസ്, ബി റോബർട്ട് എച്ച് വിറ്റാഗർ, സി ജോൺ റേ, ഡി കാൾ ലിനിയസ്. ആൻസർ എ കാൾവൗസ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂണികൾച്ചറർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ചെമ്മീൻ കൃഷി, ബി പഴം പച്ചക്കറി കൃഷി, സി മുയൽ വളർത്തൽ, ഡി കൂൺ കൃഷി. ആൻസർ സി മുയൽ വളർത്തൽ. അടുത്ത ക്വസ്റ്റ്യൻ, കോശ വിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രികാ ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടമേത്. ഓപ്ഷൻ എ പ്രോഫേസ്, ബി മെറ്റാഫേസ്, സി അനാഫേസ്, ഡി ടിലോഫേസ്. ആൻസർ ഡി ടിലോഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ, കീടങ്ങൾ മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ഏറ്റവും ഉചിതമായ മാർഗമേത്. ഓപ്ഷൻ എ വീര്യം കൂടിയ കീടനാശിനി ഉപയോഗിക്കൽ, ബി മിത്രകീടങ്ങളെ സംരക്ഷിക്കൽ, സി സംയോജിത കീട നിയന്ത്രണം അവലംബിക്കുക, ഡി ജൈവ കീടനാശിനി മാത്രം ഉപയോഗിക്കുക. ആൻസർ സി സംയോജിത കീട നിയന്ത്രണം അവലംബിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്. ഓപ്ഷൻ എ നിശാന്തത, ബി അനീമിയ, സി വായ്പുണ്ണ്, ഡി സ്കർവി. ആൻസർ എ നിശാന്തത. അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞിന്റെ മാതൃത്വമോ പിതൃത്വമോ നിർണ്ണയിക്കാനും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നോ വിരലടയാളത്തിൽ നിന്നോ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയായ DNA ഫിംഗർ പ്രിന്റ് ആദ്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ക്യാരി ബി മുല്ലിസ്, ബി അലക് ജഫ്രി, സി TH മോർഗൻ, ഡി HO സ്മിത്ത്. ആൻസർ ബി അലക് ജഫ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, 22-യുടെ 22% 5:1/16 ആണ്. പ്രസ്താവന 2, 33:1/3-ന്റെ 33:1/3-ന്റെ ശതമാനം 11:1/9 ആണ്. ഓപ്ഷൻസ് എ പ്രസ്താവന 1 തെറ്റ് 2 ശരിയാണ്, ബി പ്രസ്താവന 1 ശരിയും 2 തെറ്റാണ്, സി പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, ഡി പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്. ആൻസർ സി ആണ്, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
11/12, 31/33, 21/23, 27/29 എന്നീ 4 ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചാൽ കിട്ടുന്നത്. ഓപ്ഷൻസ് കൂട്ടുകാർ തന്നെ വായിച്ചു നോക്കാം കേട്ടോ. ആൻസർ ബി ആണ്. 11/12, 21/23, 27/29, 31/33. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ തൻ്റെ മോട്ടോർ ബൈക്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 70 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ 6 മിനിറ്റ് വൈകിയെത്തും. എന്നാൽ 80 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ 6 മിനിറ്റ് നേരത്തെ എത്തുമെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്ററാണ്? അടുത്ത ചോദ്യം ഇതാണ്. ഒരു കച്ചവട സ്ഥാപനത്തിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട 3 പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ഇവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. ഒരു സാധനത്തിന്റെ വില ആദ്യം 20% കുറച്ചതിന് ശേഷം 25% വർദ്ധിപ്പിച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ല. രണ്ടാമത്തെ പ്രസ്താവന, ഒരു സാധനത്തിന്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 25% കുറച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ല. മൂന്നാമത്തെ പ്രസ്താവന, ഒരു സാധനത്തിന്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 20% കുറച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ല. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. പ്രസ്താവന 2 മാത്രം ശരിയാണ്. പ്രസ്താവന 2, 3 ശരിയാണ്. നാലാമത്തെ പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. ഏതായിരിക്കും ആൻസർ? അപ്പൊ കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ ഞാൻ പറയാം കേട്ടോ. അപ്പൊ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ആൻസർ ഇതാണ്. ആൻസർ എ ആണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം, മെട്രിക് അളവ് സമ്പ്രദായത്തിലെ ചില ബന്ധങ്ങൾ ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായത് ഏതാണ്? 100 മില്ലിമീറ്റർ 1 മീറ്റർ, 100 ഡെസിമീറ്റർ 1 ലിറ്റർ, 100 ചതുരശ്ര മില്ലിമീറ്റർ 1 ചതുരശ്ര സെന്റിമീറ്റർ, 100 ക്വിന്റൽ 1 ടൺ. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്. 100 ചതുരശ്ര മില്ലിമീറ്റർ 1 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 32 എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ അതായത് ക്യൂബുകളുടെ ശരാശരി എത്രയാണെന്ന്? ആൻസർ ബി ആണ് കേട്ടോ. 8712. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന്? കൂട്ടുകാരനെ നോക്കാം. ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 13 സെന്റിമീറ്റർ വശമുള്ള സമചതുരത്തിന്റെ വികരണം വശമാക്കി വരയ്ക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആയിരിക്കും? ഓപ്ഷൻ എ 328, ബി 428, സി 338, ഡി 278. ആൻസർ സി ആണ്. 338 ചതുരശ്ര സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, 48 രൂപ വിലയുള്ള 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ 54 രൂപയായി. എങ്കിൽ വർധനവ് എത്ര ശതമാനമാണ്? ആൻസർ ഡി ആണ്. 12.5%. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ 2 സൂത്രവാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. സൂത്രവാക്യം 1, ഭിന്നസംഖ്യകളുടെ HCF ഈക്വൽ ടു അംശങ്ങളുടെ HCF ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ LCM. സൂത്രവാക്യം 2, ഭിന്നസംഖ്യകളുടെ LCM കാണാനായിട്ട് അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണെന്ന്? ഏതായിരിക്കും? ആൻസർ ബി ആണ്. സൂത്രവാക്യം 1ഉം 2ഉം ശരിയാണ്. അതായത് 2 സൂത്രവാക്യം എന്താണ്? ഇക്വേഷനും ശരിയാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശയായി 2400 രൂപ ലഭിക്കും. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശയായി 2496 രൂപ ലഭിക്കുമെങ്കിൽ പലിശ നിരക്ക് എത്ര രൂപയാണ്? ആൻസർ എത്രയായിരിക്കും? ആൻസർ സി ആണ്. 8%. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോക്കിലെ സമയം രാവിലെ 9:30 മണി ആയിരുന്നാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും?
ആൻസർ ഡി 105 അടുത്ത ക്വസ്റ്റ്യൻ, പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? 3, 20, 55, 114, 203, 328. ആൻസർ എ ആണ് 495. അപ്പൊ മാത്സിൽ ഞാനിപ്പോ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഇട്ടത് കൊണ്ടാട്ടോ ഇതിങ്ങനെ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൂട്ടുകാർ ചോദിച്ചാൽ മതി. നമുക്ക് മാത്സിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അടുത്തത് സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ് കേട്ടോ. 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികാസത്തിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് ഡാഷ്. മുത്തുകോർക്കൽ, കടലാസ് മടക്കൽ, പന്തെറിയൽ, ചിത്രം വരയ്ക്കൽ. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്, പന്തെറിയൽ. അടുത്ത ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ സവിശേഷത. ഓപ്ഷൻ എ സാവബോധം, ബി ആത്മനിയന്ത്രണം, സി സാമൂഹ്യബോധം, ഡി ഇവയെല്ലാം. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കുക. കൂട്ടുകാരെ തന്നെ ഓപ്ഷൻ വായിച്ചു നോക്കാം കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, റിഫ്ലക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ, മനോവ്യാപാരം, യുക്തിചിന്ത. അടുത്ത ക്വസ്റ്റ്യൻ, റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ്? ഓപ്ഷൻ എ പ്രക്ഷേപണ രീതി, ബി നിരീക്ഷണ രീതി, സി ക്ലിനിക്കൽ രീതി, ഡി സർവേ രീതി. ആൻസർ എ പ്രക്ഷേപണ രീതി, അതായത് പ്രൊജക്റ്റീവ് മെത്തേഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ എ ജീൻ പിയാഷെ, ബി നോം ചോസ്കി, സി വൈഗോസ്കി, ഡി സ്കിന്നർ. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, ബി എഫ് സ്കിന്നർ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏതു കാര്യമാണ് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സ്വാധീകരിക്കുന്നത്? ഓപ്ഷൻ എ ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധനമാണ് പഠനം, ബി ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും, സി ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മികച്ചതാണ് അതിന്റെ സമഗ്രത, ഡി കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണല്ലേ, ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം. ഓപ്ഷൻ എ അഹം, ബി ലിബിഡോ, സി അത്യഹം, ഡി ഈദ്. ആൻസർ ഡി ഈദ്. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ് ഇവിടെ കാണാനാവുന്നത്? എ ഉദാത്തീകരണം, ബി യുക്തീകരണം, സി അനുപൂരണം, ഡി താദാത്മ്യീകരണം. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്, അനുപൂരണം, കോമ്പൻസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു. ഏതു പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? ഓപ്ഷൻ എ ഫല നിയമം, ബി അഭ്യാസ നിയമം, സി സന്നദ്ധത നിയമം, ഡി ശ്രമപരാജയം. ആൻസർ എ ഫല നിയമം, അതായത് ലോ ഓഫ് എഫക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി. ഓപ്ഷൻ എ അൽഗോരിതം, ബി അന്തർദൃഷ്ടി, സി ഹ്യൂറിസ്റ്റിക്, ഡി ശ്രമപരാജയ രീതി. ആൻസർ ബി അന്തർദൃഷ്ടി, ഇൻസൈറ്റ് ലേണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ചാക്രിക രീതിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ച ശേഷം സങ്കലനം, പിന്നീട് വ്യവകലനം, തുടർന്ന് ഭിന്നസംഖ്യ, ബി ആദ്യം അനുഭവങ്ങൾ, പിന്നീട് പ്രതീകങ്ങൾ, തുടർന്ന് ചിത്രങ്ങൾ, അതിനുശേഷം ഭാഷ, സി സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു, ഡി ആദ്യം വ്യക്തിഗത പ്രവർത്തനം,
പിന്നീട് സംഘപ്രവർത്തനം, തുടർന്ന് ക്ലാസ് പ്രവർത്തനം, അതിനുശേഷം അവതരണം. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്. സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ടാലന്റ് ലാബ്? പ്രത്യേക ടാലന്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി നേരിട്ടുള്ള പ്രായോഗിക ലാബ് അനുഭവങ്ങൾ നൽകുന്നു. ബി, കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നു. സി, ശാസ്ത്രത്തിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകുന്നു. ഡി, ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, ഗണിതശാസ്ത്രം, IT മുതലായ വിഷയങ്ങൾക്ക് പ്രത്യേകം ലാബുകൾ സ്ഥാപിക്കുന്നു. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ആവശ്യം? ഓപ്ഷൻ എ, സാർവത്രികമായ ഗുണനിലവാരം, യൂണിവേഴ്സൽ ക്വാളിറ്റി. ബി, സാർവത്രിക സാക്ഷരത, യൂണിവേഴ്സൽ ലിറ്ററസി. സി, സാർവത്രികമായ വിദ്യാലയ പ്രവേശനം, യൂണിവേഴ്സൽ എൻറോൾമെന്റ്. ഡി, സർവരെയും നിലനിർത്തൽ, യൂണിവേഴ്സൽ റിട്ടൻഷൻ. ഏതായിരിക്കും ആൻസർ? ആൻസർ എ ആണ്. സാർവത്രികമായ ഗുണനിലവാരം, യൂണിവേഴ്സൽ ക്വാളിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി? ഓപ്ഷൻ എ, ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോജക്ട്, DPEP. ബി, സമഗ്ര ശിക്ഷ അഭിയാൻ, സമഗ്ര ശിക്ഷ അഭിയാൻ, SSA. സി, രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ, RMSA. ഡി, സർവശിക്ഷ അഭിയാൻ, SSA. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്. സർവശിക്ഷ അഭിയാൻ, SSA. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരമാകാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന റിപ്പോർട്ട് 1993 സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ എ, ഡോക്ടർ DS കോതാരി. ബി, പ്രൊഫസർ യശ്പാൽ. ഡി, ഡോക്ടർ കസ്തൂരി രംഗൻ. ഡി, ഡോക്ടർ MS സ്വാമിനാഥൻ. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. പ്രൊഫസർ യശ്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, വിവിധ വിഷയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം. ബി, ജാതി മത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക വ്യത്യാസമില്ലാതെയുള്ള വിദ്യാഭ്യാസം. സി, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസം. ഡി, ആൺ പെൺ വിവേചനമില്ലാത്ത പൊതുവിദ്യാഭ്യാസം. ആൻസർ സി ആണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി? ഓപ്ഷൻ എ, ആത്മസാക്ഷാത്കാരത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി. ബി, പ്രശ്ന പരിഹരണത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി. സി, സാർവദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ഡി, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. ആൻസർ ഡി, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ആഗമന രീതിയുടെ സവിശേഷത അല്ലാത്തത്? ഓപ്ഷൻ എ, ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക്. ബി, അനുഭവങ്ങളിൽ നിന്ന് സിദ്ധാന്തത്തിലേക്ക്. സി, നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക്. ഡി, നിരീക്ഷണത്തിൽ നിന്ന് നിഗമനത്തിലേക്ക്. ആഗമന രീതിയുടെ സവിശേഷത അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്. നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അതുതന്നെ വിലയിരുത്താൻ കഴിയുക? മുകളിൽ പരാമർശിച്ചത് സിദ്ധിശോധകത്തിന്റെ ഏത് സവിശേഷതയാണ്? ഓപ്ഷൻ എ, സാധുത. ബി, വസ്തുനിഷ്ഠത. സി, വിശ്വാസ്യത. ഡി, വിവേചനം. ആൻസർ എ ആണ്. സാധുത, അതായത് വാലിഡിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ ലേഖന ശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഡാഷ്. ഓപ്ഷൻ എ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, നോൺ വെർബൽ.
ആൻസർ ബി ആണ് ഡിസ്ഗ്രാഫിയ. അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. പാസേജ് ആണ്, പാസേജ് തന്നിട്ട് വായിച്ചു നോക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഹാവിംഗ് ബീൻ ഡിസേർട്ടഡ് ഓർ ലെഫ്റ്റ്. ആൻസർ ബി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ദ പാസേജ് വിച്ച് ഈസ് മോർ വാല്യുബിൾ. കൂട്ടുകാരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഓൾഡ് ഏജ് ഹോംസ്. ആൻസർ എ ആണ്, ബൈ എൻലൈറ്റനിങ് അവർ യൂത്ത് അഗെയിൻസ്റ്റ് ദെയർ ടെൻഡൻസി ടു ഗിവ് അപ്പ് ദെയർ പാരന്റ്സ്. ഇത്രയും ചോദ്യങ്ങളാണ് പാസേജിൽ നിന്ന് എഴുതാനുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വൺ ഹൂ നോസ് എവരിതിങ്. ആരായിരിക്കും വൺ ഹൂ നോസ് എവരിതിങ്? ആൻസർ ഓംനിസൈന്റ് ആണ്. ഓംനിസൈന്റ്, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡോക്ടേഴ്സ് ഹാവ് ഡിസൈഡഡ് ടു ഡാഷ് സ്ട്രൈക്ക്. ആൻസർ ഏതായിരിക്കും? ആൻസർ എ ആണ്, ഗോ ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. കൂട്ടുകാർ വായിച്ചു നോക്കാം കേട്ടോ. ആൻസർ ബി ആണ്, വെൻ വി entered the theater the show had already begun. അടുത്ത ക്വസ്റ്റ്യൻ, സ്കിമ്മിങ് in reading is. ഓപ്ഷൻ എ, reading longer text for one's pleasure. B, going through the text to find a particular kind of information. C, detailed reading. D, going through the text quickly to get an overall idea. ഏതായിരിക്കും ആൻസർ? സ്കിമ്മിങ് മീൻസ്. ആൻസർ ഡി ആണ്, ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻ എ, ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂം. ബി, കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്. സി, എംഫസൈസ് ദ പ്രോസസ്. ഡി, ടീച്ചർ സെർവ് ആസ് ഫെസിലിറ്റേറ്റേഴ്സ്. ആൻസർ എ ആണ്, ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈഗോസ്കി. യുജി തിയറി, കൺവർജൻസ് തിയറി, ടാബുല രസ, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി. ആൻസർ ബി, കൺവർജൻസ് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് യുവർ ഇൻസ്ട്രക്ഷൻ. വി ഹാവ് അറേഞ്ച്ഡ് എ മീറ്റിംഗ് അറ്റ് 5 PM. ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി ആണ്, ഇൻ അക്കോർഡൻസ് വിത്ത്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത്? ഓപ്ഷൻ എ, പുരാണ കഥകളും സംഭവങ്ങളും ഹാസ്യാത്മകമായി അവതരിപ്പിച്ചു. ബി, ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു. സി, ഭക്തിയിൽ ചാലിച്ച കവിത നിർമ്മിച്ചു. തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ആഭിജാത്യദ്രമം യഥാർത്ഥങ്ങളുടെ വിസ്മൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിന്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീർ കൃതി ഏതാണ്? ഓപ്ഷൻ എ, പ്രേമലേഖനം. ബി, ബാലകാലസഖി. സി, എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഡി, മതിലുകൾ. ആൻസർ സി ആണ്, എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരൻ ആശാന്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏത്? ഓപ്ഷൻ എ, നളിനി. ബി, ലീല. സി, ചിന്താവിഷ്ടയായ സീത. ഡി, വീണപൂവ്. ആൻസർ ഡി, വീണപൂവ്.
അടുത്ത ക്വസ്റ്റ്യൻ, പാശ്ചാത്യ ശബ്ദകോശങ്ങളുടെ മാതൃകയിൽ 1872 മലയാള ഭാഷയ്ക്കായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് സംഭാവന നൽകിയ ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ ഗുണ്ടർട്ട് നിഘണ്ടു, ബി പാഠമാല, സി മലയാള വ്യാകരണം, ഡി കേരള പാണ്ഡ്യം. ആൻസർ എ ഗുണ്ടർട്ട് നിഘണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ ഉച്ചാരണ വൈകല്യത്തിന് കാരണമാകുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ എ ഗ്രഹഭാഷാ സ്വാധീനം, ബി മാനക ഭാഷയോടുള്ള താല്പര്യം, സി മാനസികവും ശാരീരികവുമായ ദൗർബല്യം, ഡി ഭാഷാഭേദം. ആൻസർ സി മാനസികവും ശാരീരികവുമായ ദൗർബല്യം. അടുത്ത ക്വസ്റ്റ്യൻ, ബാല സാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സി തളിര്, ഡി സാഹിത്യ അക്കാദമി. ആൻസർ ബി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കര കവിയുക എന്ന ശൈലിക്ക് യോജിക്കുന്ന അർത്ഥം ഏത്? ഓപ്ഷൻ എ വർദ്ധിക്കുക, ബി വിനാശം സൃഷ്ടിക്കുക, സി കളഞ്ഞു കുളിക്കുക, ഡി സന്തോഷിക്കുക. ആൻസർ എ വർദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മിടുക്കർ എന്ന പദം ഏതു ബഹുവചന വിഭാഗത്തിൽ പെടുന്നു? ദ്വിവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, സലിംഗ ബഹുവചനം. ഏതായിരിക്കും? ആൻസർ ബി ആണ് അലിംഗ ബഹുവചനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭിത്തിക എന്ന ചിഹ്നം എന്തിനു ഉപയോഗിക്കുന്നു? ഓപ്ഷൻ എ സംക്ഷേപിച്ച് പറയുന്നതിന്, ബി മറ്റാരുടെയെങ്കിലും സംഭാഷണ ശകലം എടുത്തെഴുതുന്നതിന്, സി പദത്തെ മുറിച്ച് 2 വരികളായി എഴുതുന്നതിന്, ഡി സമപ്രധാനമായ 2 വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിന്. ആൻസർ ഡി ആണ് സമപ്രധാനമായ 2 വാക്യങ്ങൾക്കിടയിൽ ചേർക്കുന്നതിന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകൾക്ക് യോജിക്കാത്തത് ഏത്? ഓപ്ഷൻ എ കുട്ടികൾ തയ്യാറാക്കിയത് മെച്ചപ്പെടുത്താൻ മാർഗനിർദ്ദേശം നൽകൽ, ബി കുട്ടികളുമായി നന്നായി ഇടപഴകൽ, സി അഭിനയം, ചിത്രം വര, ആലാപനം എന്നിങ്ങനെയുള്ള കഴിവ്, ഡി ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കൽ. ആൻസർ ഡി ആണ് ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ്. കൂട്ടുകാർക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.